ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം അവിടെ തന്നെയുള്ള ജയിൽ പുള്ളി രാഘവൻ എന്ന പേരുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ വിക്രമിൻ്റെ അടുത്ത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ കിടക്കുന്ന ഹോസ്പിറ്റലാണ്. അവിടെയാണെങ്കിൽ DCPയുടെ ഭാര്യ ഉണ്ടല്ലോ രാധിക, അവർ ഉണർന്നിരുന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അന്നേരം ഡോക്ടർ വന്ന് ചോദിക്കും, ആഹാ രാധിക ഇപ്പോൾ ഉഷാറായല്ലോ എന്ന്. അന്നേരം അമ്മ പറയുന്നുണ്ട്, സാധാരണ ഒന്നും രണ്ടും പറയുമ്പോഴേക്കും കണ്ണടയ്ക്കാറാണ് പതിവ്, ഇതിപ്പോ ഇത്രയും നേരം ഉണർന്നിരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോഴേക്കും രാധിക ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ ആരോ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ കൊല്ലുമോന്ന്. ആരും കൊല്ലില്ല, അതൊക്കെ രാധികയ്ക്ക് വെറുതെ തോന്നുന്നതല്ലേ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇന്നലെ എന്നോടും കുറച്ച് സംസാരിച്ചതാ, എൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു, പക്ഷേ ഇന്ന് ആരൊക്കെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, കുഞ്ഞിനെ കൊല്ലാൻ വരുന്നു എന്നൊക്കെയാ പറയുന്നതെന്ന് പറയുന്നു. അന്നേരം ഡോക്ടർ വീണ്ടും സമാധാനിപ്പിക്കാൻ കേട്ടോ രാധികയെ, ഞങ്ങളുള്ളപ്പോൾ രാധികയുടെ കുഞ്ഞിന് ഒന്നും പറ്റത്തില്ലാന്ന്. പിന്നീട് ഡോക്ടർ DCPയെ കണ്ടില്ലല്ലോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. അന്നേരം അമ്മ പറയും, ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഇവിടെ വിളിക്കാറുണ്ട്, 2 ദിവസം കാല് കുത്താതെ ഉള്ള ഓട്ടത്തിലവൻ ഇന്നെത്തും, ഇന്ന് തീർച്ചയായിട്ടും എത്തും എന്ന് പറയാണ്. അന്നേരം ഡോക്ടർ പറയും, തരുൺ വന്നു കഴിഞ്ഞാൽ എന്നെ വന്ന് കാണാൻ വേണ്ടി പറയണം. അന്നേരം ആ ഡോക്ടർ സിസ്റ്ററിന്റെ അടുത്ത് പറയുന്നുണ്ട്, അരുണ ആ ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എന്നും പറഞ്ഞ് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ വേദയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വേദ ഓക്കെ അല്ലേന്ന്. അതേ ഡോക്ടർ എന്ന് പറയുമ്പോൾ അങ്ങ് പോവാണ്. ശേഷം നമ്മുടെ സിസ്റ്റർ വേദയോട് പറയുന്നുണ്ട്, വേദ റെക്കോർഡ്സിലെ പേര് ചേഞ്ച് ചെയ്യാൻ അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൂപ്രണ്ടിന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് അതൊന്ന് മാറ്റിയത്, അവസാനം എനിക്കെല്ലാം ഡോക്ടറോട് പറയേണ്ടി വന്നു എന്ന് പറയുന്നു. ഇപ്പോൾ റെക്കോർഡ്സിലുള്ളത് വേദയുടെ ഫ്രണ്ട് ശ്രേയയുടെ പേരാണ്, കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയും, അതുകൊണ്ട് അവൾക്കൊരു പ്രോബ്ലം വരില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയണേ. അന്നേരം DCPയുടെ അമ്മ ചോദിക്കും, നമ്മൾ ഇന്നലെ സംസാരിച്ച എല്ലാ കാര്യവും ഡോക്ടറോട് പറഞ്ഞോന്ന്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരാളറിയണം, പേടിക്കണ്ട, ഡോക്ടറുടെ അടുത്ത് എല്ലാം സേഫ് ആയിരിക്കും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തരുണിൻ്റെ അമ്മ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നു. രാധികയോട് അമ്മ ഇപ്പോൾ വരാ എന്നും പറഞ്ഞ് പോവുകയാണ്. വേദയോടൊന്ന് നോക്കിക്കോണേന്ന് പറയുമ്പോഴേക്കും തരുൺ എത്തുന്നുണ്ട്. ഇനി പേടിക്കണ്ട, അവൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ പുറത്തേക്ക് പോവാണ്. തരുൺ വന്നപ്പോൾ തന്നെ രാധികയുടെ അടുത്ത് സോറി പറയാണ് കേട്ടോ. എന്തിനാ സോറി എന്ന് ചോദിക്കും, നിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വേണ്ട സമയം ഞാൻ വരാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രാധിക പറയും, എനിക്ക് എന്താ പറ്റിയ തരുണേട്ടാന്ന്. നിനക്കെന്ത് പറ്റാൻ, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കുമ്പോഴേക്കും ചോരയുടെ നിറവും ചോരയുടെ മണവും, എന്നെ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നു, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ തരുണ് പറയും, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടാതെ, നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഏട്ടൻ ഇപ്പോൾ പോവോന്ന് ചോദിക്കും. ഇല്ല, നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ടേ പോവത്തുള്ളൂ, അതുവരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നു. അന്നേരം നമ്മുടെ രാധിക സംശയത്തോടു കൂടി പറയാണ്, ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ മാത്രമാണോ ലഭിക്കുന്നതെങ്കിലോ? അങ്ങനെയൊന്നും പറയാതെ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാൻ കിടക്കുന്നു, നീ എന്താ ഇങ്ങനെയൊക്കെയാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു നല്ല കാര്യം പറയാനില്ല തരുണേട്ടാ, എവിടെയും എങ്ങും ചോരയുടെ മണവും നിറവും എന്നും പറഞ്ഞങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്നിട്ട് പറയും, ആ കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവനെ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തണം, ചോരയുടെ മണമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞ് വീണ്ടും കരയുമ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് ഇവിടെ നിന്ന് നിന്നെയും കുഞ്ഞിനെയും കൂട്ടി മറ്റെവിടെയെങ്കിലും പോവാൻ മോളെ, നീ ഇങ്ങനെ കരയാതെ മനുഷ്യരുടെ സമാധാനവും സ്നേഹവും കിട്ടുന്നിടത്തേക്ക് തന്നെ നമുക്ക് പോവാം, കുറെ ദൂരേക്ക് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ കരയാണ് കേട്ടോ. അതും കേട്ടോണ്ട് നിൽക്കുകയാണ് നമ്മുടെ വേദ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രാണെങ്കിൽ ജയിലിൽ കിടന്നിട്ട് ഇങ്ങനെ ഉറക്കത്തിലാണ് ആള്. അന്നേരം അമ്മ അങ്ങനെ വന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് കൈ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് തോന്നുന്നു. വിക്രം അമ്മയുടെ കൈ പിടിക്കാനായിട്ട് നിൽക്കുന്നതായിട്ടും പെട്ടെന്ന് അങ്ങ് ഉണർന്നു പോട്ടോ. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അതിൻ്റെ അർത്ഥം മിക്കവാറും കമല മരിക്കാനാണല്ലേ സാധ്യത. അതേപോലെ തന്നെ DCPയുടെ ഭാര്യയും മരിക്കാനാണ് സാധ്യത. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.